നമസ്കാരം. ബോട്ടണി ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ആവാസ വ്യവസ്ഥയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പരമ്പര ഇന്നു മുതൽ ബോട്ടണി ടോക്സിൽ ആരംഭിക്കുന്നു. ഇൻവേസീവ് പ്ലാന്റ്സ് ഓഫ് കേരള, കേരളത്തിലെ അധിനിവേശ സസ്യങ്ങൾ. എന്താണ് ഇൻവേസീവ് പ്ലാന്റ്സ് അല്ലെങ്കിൽ അധിനിവേശ സസ്യങ്ങൾ? ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു ചെന്ന് ആ ആവാസ വ്യവസ്ഥയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗം സസ്യങ്ങളാണ് ഇൻവേസീവ് പ്ലാന്റ്സ് അഥവാ അധിനിവേശ സസ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. വളരെ വേഗം പ്രത്യുൽപാദനം നടത്തി ആ പ്രദേശത്ത് വ്യാപിക്കുന്ന ഈ ഇനം സസ്യങ്ങൾ ഒരു പ്രദേശത്തെ തനതായ സസ്യങ്ങളെ നശിപ്പിക്കുകയും അവയുടെ വളർച്ചയെ തടയുകയും അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് വ്യത്യസ്തമായ തരത്തിലുള്ള ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. ഇതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അലീലോ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം പ്ലാന്റ് കെമിക്കൽസ് ആണ് ഈ ഒരു പ്രക്രിയയ്ക്ക് കാരണമായിരിക്കുന്നത്. ഇത്തരം സസ്യങ്ങൾ നമ്മുടെ കാർഷിക വ്യവസ്ഥയ്ക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും വളരെയധികം ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങൾ ഈ സസ്യങ്ങളെക്കുറിച്ച് അറിയേണ്ടുന്നത് ഏറ്റവും വലിയ ഒരു ആവശ്യകതയായിരിക്കുകയാണ്. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നു മുതൽ ഈ പരമ്പര ബോട്ടണി ടോക്സിൽ ആരംഭിക്കുന്നത്. വ്യത്യസ്തങ്ങളായ എപ്പിസോഡുകളിലായി ഓരോ ഇൻവേസീവ് പ്ലാന്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും ഇതിൽ കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. കാണുക, അതിൻ്റെ പ്രയോജനം ലഭ്യമാക്കുക. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളിൽ ഒന്നാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏജറേറ്റിന അഡിനോഫോറ എന്ന സസ്യത്തെക്കുറിച്ചാണ്. ആസ്റ്ററേസിയെ എന്ന കുടുംബത്തിൽ ഉൾപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഏജറേറ്റിന അഡിനോഫോറ. ത്രവട, നീലഗിരി തുടങ്ങിയ മലയാള നാമങ്ങളിൽ അറിയപ്പെടുന്ന ഈ പ്ലാന്റ് മെക്സിക്കോ, സെൻട്രൽ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉത്ഭവിക്കപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത്. മെക്സിക്കൻ ഡെവിൾ, ക്രോഫ്റ്റൺ വീഡ് തുടങ്ങിയ ഇംഗ്ലീഷ് നാമങ്ങളാണ് ഇതിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ഏജറേറ്റിന എന്ന ജീനസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ആ പദത്തിൻ്റെ അർത്ഥം തന്നെയാണ്. ഏജറേറ്റിന എന്ന ഗ്രീക്ക് പദത്തിന് അൺഏജിങ് എന്നുള്ളതാണ് അർത്ഥം. ഇതിൻ്റെ വെള്ളപ്പൂക്കൾ ഒരുപാട് കാലം നിറം മങ്ങാതെ നിൽക്കും എന്നുള്ളതിനാലാണ് ഏജറേറ്റിന എന്ന ജീനസ് നാമം ഈ സസ്യത്തിന് നൽകിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ പ്രത്യുൽപാദനം നടത്താൻ ശേഷിയുള്ള ഒരു സസ്യമാണ് ഏജറേറ്റിന അഡിനോഫോറ. ഇതിൻ്റെ തണ്ടുകളിൽ നിന്നും വേരുകൾ പുറപ്പെടുന്നതിനാൽ തന്നെ ഒരു സ്ഥലത്ത് അതിവേഗം വ്യാപിക്കുവാനായുള്ള കഴിവ് ഇതിനുണ്ട്. കൂടാതെ ഇതിൻ്റെ വിത്തുകളിൽ നിന്നും പുതിയ തൈകൾ വളരെ വേഗം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏജറേറ്റിനയെ നോക്ഷ്യസ് വീഡായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം കൃഷിയിടങ്ങളിലുള്ള ഇതിൻ്റെ അതിവേഗത്തിലുള്ള വ്യാപനവും ജീവികൾക്ക് വരുത്തുന്ന ദോഷവും തന്നെയാണ്. ശാസ്ത്രലോകത്തിൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കുതിരകളിൽ നമിംബ ഹോഴ്സ് സിക്നസ് എന്ന് പറയുന്ന ഒരു മാരകമായ റെസ്പിറേറ്ററി ഡിസീസ് ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു കള കൂടെയാണ് ഏജറേറ്റിന അഡിനോഫോറ എന്നുള്ളത്. ഇനിയും പല വിധത്തിലുള്ള ദോഷങ്ങൾ ഈ പ്ലാന്റ് ഉണ്ടാക്കുന്നതായി കണ്ടുപിടിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സസ്യത്തെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും തിരിച്ചറിയുകയും അതിനെ അവിടെ നിന്നും നീക്കം ചെയ്യുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു സസ്യമാണ്. ഈ ഇൻവേസീവ് പ്ലാന്റിൻ്റെ നിയന്ത്രണത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു അധിനിവേശ സസ്യത്തെ പരിചയപ്പെടാം. താങ്ക് യു.